നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രീതി കോര, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് വിംല ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസിനെ കുറിച്ചാണ്. വളരെ കോമൺ ആയി കേൾക്കുന്ന ഒരു പദമാണിത്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും നമ്മൾക്കിടയിലുണ്ട്. PCOD എന്നാൽ ഒരു ഓവറിയിൽ ഉണ്ടാകുന്ന വലിയ സിസ്റ്റ് ആണ് എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ ശരിക്കും PCODയിൽ ഓവറിയിൽ ചെറിയ ചെറിയ സിസ്റ്റുകൾ അല്ലെങ്കിൽ കുമിളകളാണ് കാണുന്നത്. ഒരു സ്ത്രീക്ക് ഒരു മാസം ഒരു ഓവറിയിൽ നിന്ന് ഒരു അണ്ഡം വലുതായി റിലീസ് ആവുകയും അതിന് 14 ദിവസത്തിന് ശേഷം അവർക്ക് ആർത്തവം ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ PCOD ഉള്ള സ്ത്രീകളിൽ കറക്റ്റായ അണ്ടോത്പാദനം എല്ലാ മാസവും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആർത്തവം ക്രമം തെറ്റി വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉള്ളവർക്ക് ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിലാണ് PCODക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്നത് എന്നാണ് പലരുടെയും കാരണം. എന്നാൽ ഇത് ശരിയല്ല. കൗമാരപ്രായം മുതൽ ആർത്തവിരാമമാകുന്നത് വരെ പലപ്പോഴും പല പ്രശ്നങ്ങളുമായി PCOD ഉള്ള സ്ത്രീകൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാറുണ്ട്. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. അമിതമായ രോമ വളർച്ച, ആർത്തവം ക്രമം തെറ്റി വരിക, ഓർക്കുരു, കഴുത്തിന് ചുറ്റും കറുത്ത പാടുകൾ, പിന്നെ അക്കാന്തോസിസ് എന്ന് പറയും, അമിതമായിട്ട് വണ്ണം വെക്കുക, പ്രഗ്നന്റ് ആകാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ഇവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാകാം. 30 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഒരു 20-25% സ്ത്രീകളിലും ഈ അൾട്രാസൗണ്ട് അപ്പിയറൻസ് പോളിസിസ്റ്റിക് ഓവറീസിന്റേതുപോലെ ആകാം. എന്നാൽ എല്ലാവർക്കും ഈ രോഗലക്ഷണങ്ങളെല്ലാം ഉണ്ടാവണമെന്നില്ല. പ്രത്യേകമായ അമിതമായ രോമ വളർച്ചയുള്ള പല സ്ത്രീകൾക്കും ഇത് മറ്റു പല സീരിയസ് പ്രോബ്ലം കൊണ്ടും ഉണ്ടാകാം. പ്രത്യേകിച്ച് അഡ്രീനൽ ഗ്രന്ഥിയുടെ ഹോർമോൺ വ്യതിയാനം കൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. അവർക്ക് വേണ്ട ബ്ലഡ് ടെസ്റ്റും അൾട്രാസൗണ്ട് സ്കാനിങ്ങും ചെയ്യണം. അവർക്ക് അമിതമായ രോമ വളർച്ച ഉണ്ടെങ്കിൽ അവരെ എൻഡോക്രൈനോളജിസ്റ്റിനെയോ ഒരു കോസ്മെറ്റോളജിസ്റ്റിനെയോ കൺസൾട്ടേഷൻ ചെയ്യേണ്ട ആവശ്യവും വരാറുണ്ട്. ഇവിടെ പ്രധാന ട്രീറ്റ്മെന്റ് തന്നെ വെയിറ്റ് റിഡക്ഷനും എക്സസൈസുമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പല കൗമാരപ്രായക്കാരുടെയും പീരിയഡ്സ് ക്രമമായി വരുന്നത് സാധാരണമാണ്. പീരിയഡ് ക്രമമായി വന്നില്ലെങ്കിൽ അവർക്ക് മെഡിസിൻസ് കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. ലീൻ PCOS എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള പലർക്കും പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ യൗവനത്തിൽ എത്തുമ്പോൾ അവർക്ക് പ്രഗ്നന്റ് ആകാൻ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ടാബ്ലറ്റ് കൊടുത്ത് ഫലപ്രദമായി നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കും. ഈ PCOD ഉള്ളവർ 40 വയസ്സിന് മുകളിൽ എത്തുമ്പോൾ ഉള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇവരിൽ പലർക്കും ഒരു മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാകുന്നുണ്ട്. അവരുടെ ശരീരത്തിൽ ഇൻസുലിന്റെ അളവ് കൂടുതലായിരിക്കും. അതിനാൽ അവർക്ക് പ്രമേഹം, കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ, ഹൃദ്രോഗം, ഗർഭാശയത്തിലെ ക്യാൻസറുകൾ ഇവ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഇങ്ങനെയുള്ള സ്ത്രീകൾ ആദ്യമേ തന്നെ എക്സസൈസും വെയിറ്റ് റിഡക്ഷനും കൃത്യമായി ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ രോഗം ഉണ്ടാകുന്നത് തടയുവാനായിട്ട് സാധിക്കും. ഈ സ്ത്രീകൾ ആർത്തവം ക്രമമായി വരുവാനായിട്ട് കോൺട്രസെപ്റ്റീവ് പിൽസ് പോലത്തെ ടാബ്ലറ്റ്സ് നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഗർഭാശയ ക്യാൻസറിനുള്ള സാധ്യത കുറയുന്നുണ്ട്. PCOD എന്നാൽ ഒരു അതിസങ്കീർണമായ രോഗമാണ്. അതിനെ നമ്മൾക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ഓരോരുത്തരുടെയും PCOD മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ച് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് വേണം അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ. അതിന് വേരിയസ് സ്പെഷ്യാലിറ്റിയിലെ ഡോക്ടേഴ്സ് കൂടി ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ലോങ് ടേം പ്രോബ്ലംസ് ആയിട്ടുള്ള പ്രമേഹവും കൊളസ്ട്രോൾ പ്രശ്നങ്ങളും തടയുവാനും സാധിക്കും.